ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഓട്സ് ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി. അതായത് ഓട്സ് കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക്. അത് ഒത്തിരി ഹെൽത്തിയാണ്. അപ്പോൾ നമ്മൾ ഓട്സ് കൊണ്ട് ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓട്സ് കൊണ്ടുള്ള ചപ്പാത്തി നല്ല സോഫ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതോണം തന്നെ നല്ല ഹെൽത്തിയുമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗോതമ്പിനേക്കാളും ഇത് ഇഷ്ടപ്പെടും. അതോണം നല്ല ടേസ്റ്റിയുമാണ്. ഓട്സ് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇതാണ് ഓട്സ്. ഇതിനി മിക്സിയിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ ആട്ട പോലെ അതോണം തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓട്സ് നമ്മൾ പൊടിച്ചെടുത്തു. ഇനി അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് എത്ര നന്നായി നമ്മൾ കുഴച്ചെടുക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഇത് കുഴയ്ക്കുന്നതിലാണ് ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിന് പകരം നമുക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ചപ്പാത്തിക്കുള്ള ആട്ട നമ്മൾ കുഴച്ചെടുത്ത് ഇനി ഒരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ പാത്രത്തിൽ നമുക്ക് 15 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പാകത്തിനുള്ള ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതാണ് നമ്മുടെ ചപ്പാത്തിക്കല്ല്. ഇതിലേക്ക് ഇച്ചിരി പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ചപ്പാത്തികളായിട്ട് ഇതിനകത്ത് പരത്തിയെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിലുണ്ടാക്കാൻ, നല്ല റൗണ്ട് ഷേപ്പിലുണ്ടാക്കാൻ അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം വെച്ച് ആ പാത്രത്തിൻ്റെ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും എടുക്കാവുന്നതാണ്. നമുക്കിനി ഈ പാത്രം വെച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവൻ ചപ്പാത്തിയുടെ ആട്ട നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിയെല്ലാം നമ്മൾ പരത്തിയെടുത്തു. ഇനി നമുക്കിത് തവയടുപ്പത്ത് വെച്ച് ചുട്ടെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കണം. അത് കരിഞ്ഞു പോകാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതോണം മറിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ചപ്പാത്തി വെന്തു. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യോ ഇച്ചിരി വെളിച്ചെണ്ണയോ പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇത് ചെറിയ ചപ്പാത്തി ആയ കാരണം ഞാൻ 3 ചപ്പാത്തി അറ്റ് എ ടൈമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല സോഫ്റ്റായി കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.